ഹലോ, എന്താ വെറുതെ എവിടെ ഇരിക്കുന്നത്? സുമാരകുമാർ സാറേ, എന്തോ വിശേഷം എന്തുണ്ട്? എന്തൊക്കെയുണ്ട്? ഇന്ന് മിഠായി മാമനെ കണ്ടില്ലല്ലോ. മിഠായി മാമൻ ഇന്ന് എവിടെയോ ജോലി എന്ന് പറഞ്ഞ എവിടെയോ പോകുന്നുണ്ട്. അങ്ങനെ ജോലിയൊക്കെ ചെയ്യുവോ? ജോലി ചെയ്യൂന്ന് ചോദിച്ചാൽ പല സ്ഥലത്തുനിന്നും പറഞ്ഞു വിടയാ. മര്യാദക്കൊക്കെ ജോലി ചെയ്യുന്ന ആളാണോ? അല്ല, രാഷ്ട്രീയം പറയും സാറേ. രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചു പോകാൻ പറ്റുമോ? രാഷ്ട്രീയം പറഞ്ഞ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പട്ടപ്പാടാ. അത് മിഠായി മാമന് നമുക്കൊരാവശ്യം ഉണ്ടായിരുന്നു. മിഠായി മാമനെ കൊണ്ട് ചെയ്യോ പുള്ളി എല്ലാം എന്ത് നല്ലവണ്ണൊക്കെ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ കുറച്ച് 3-4 പശുക്കളുണ്ട്. പശുക്കളെ കറക്കണം, അതിനെ തീറ്റ കൊടുക്കണം, എല്ലാം കൊടുക്കണം. അത് പുള്ളിക്ക് അറിയാവോ? പാല് കറക്കാനും ഒക്കെ അറിയാവോ? പുള്ളി അങ്ങ് ചെയ്യും സാറേ. അതെയോ? ഇടയ്ക്ക് ഇട്ടിട്ട് പോവാന്നെങ്കിൽ എന്ത് ചെയ്യും? ഇട്ടിട്ട് പോവാന്ന് വെച്ചാല് സാധാരണ ഇട്ടിട്ട് പോകുന്ന സ്വഭാവം ഉള്ള ആളാ. പക്ഷെ പശുവിനെയൊക്കെ വലിയ ഇഷ്ടമാണ് സാറേ. പശുവിനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പശുവിന്റെ അടുത്ത് രാഷ്ട്രീയം പറയുമോ? പശുവിന്റെ അടുത്തും പറയും. അതെയോ? കുഴപ്പം. പശുവിന്റെ അടുത്ത് കഴിഞ്ഞ് പശു എന്തെങ്കിലും പ്രതികരിച്ചാലോ? പ്രതികരിച്ചാൽ സാറിന് ബുദ്ധിമുട്ടാവും. അത് ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ ആശുപത്രിയിലോ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോകില്ലേ? കോമ്പൻസേഷൻ ചോദിക്കുകയും ചെയ്യും. അതെ, അങ്ങനെയുള്ള ആളെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കും? ഞാനും കൂടെ ഇടപെടാം സാറേ. അല്ല, രാഷ്ട്രീയം പുള്ളി ഈ രാഷ്ട്രീയം കൊണ്ട് മാത്രം നടന്നാ മതിയോ? പുള്ളിക്കെന്ന് വെച്ചാൽ കടത്തിനെ കിടപ്പാ സാറേ. അതെയോ? എന്നാ എന്നോട് പറഞ്ഞത് കടത്തിന്നില്ലാന്നോ? കടത്തിനയിലാ കിടക്കുന്നത്. കടത്തിന്നില്ലാന്നെങ്കിലും നമ്മള് വല്ല വൃദ്ധസ്ഥാനത്തിൽ വല്ലതും കൊണ്ടാക്കിയാൽ അവിടെ കിടന്നോളത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ട് കിടത്താം നമുക്ക്. പിന്നെ കടത്തിന്നെ കിടക്കുന്നതിലും ഭേദമല്ലേ വൃദ്ധസ്ഥാനത്തിൽ പോയി കൊണ്ടാക്കുന്നത്? അല്ല, അവിടെയൊക്കെ ചികിത്സ കിട്ടൂ പുള്ളിക്ക്. അവിടെ ചികിത്സ അവിടെ എന്താ? പുള്ളി രാഷ്ട്രീയം പറഞ്ഞാൽ അവിടേക്ക് 2-3 ദിവസം പറയും. പിന്നെ ആൾക്കാർ ഇങ്ങനെ പറയും, ഇനി രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പശുവിനെ നോക്കാൻ ആള് റെഡിയാണെങ്കിൽ നമ്മൾ ജോലി കൊടുക്കാം. അല്ല, സാറിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നിലപാടെങ്ങനെ? എന്റെ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനോട് നമ്മൾ പ്രതികരിക്കും. ശരി എന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവും. അത് ഏത് രാഷ്ട്രീയമായാലും. സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ തെറ്റുകൾ ചെയ്യുന്നവരാ? ഇപ്പം തെറ്റുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടര് ഭരണത്തിരിക്കും, മറ്റേ കൂട്ടര് പറയും ഇവര് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. പിന്നെ അന്ന് തെറ്റ് പറഞ്ഞവര് അവര് ഭരണത്തിൽ കയറുമ്പം അവര് ഈ പഴയ തെറ്റുകളെല്ലാം അവര് നടത്തുമ്പം മറ്റവര് പറയും ഇവര് ചെയ്യുന്നതെല്ലാം അഴിമതിയാണ്. അപ്പൊ മൊത്തത്തിൽ എല്ലാ അഴിമതി, മൊത്തത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. സംശുദ്ധമായ ഒരു രാഷ്ട്രീയം ഇന്ന് നമ്മുടെ ഇന്ത്യയിലില്ല. ഒരു സംസ്ഥാനത്തും ഇല്ല, കേരളത്തിലും ഇല്ല. അപ്പൊ ഈ അൻവറിനെ പോലുള്ള ആൾക്കാര് അൻവറിനെ പോലുള്ള ആൾക്കാരെ ആദ്യം ആരാ കൊണ്ടുവന്നേ? ഇവരെ എടുത്ത് തോളിലെത്തി വെച്ചത് ഇതേ പാർട്ടിക്കാരല്ലേ? ഇതേ പാർട്ടിക്കാരല്ലേ? അപ്പം പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മൂർഖമ്പാമ്പനെ എടുത്ത് തല വെച്ച് കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞു കുത്തുന്നു. അയ്യോ, മൂർഖമ്പാമ്പല്ലേ? ഇപ്പൊ മനസ്സിലായി, കാര്യം പിടിയിട്ടില്ല. മുട്ടായി മാമൻ ഇതുപോലെ അല്ല സംസാരിക്കുന്നത്, വയലന്റ് ആവും. അത് ഈ വാർദ്ധക്യത്തിന്റെ പ്രായക്കൂടുതലുണ്ടാവുന്നത്. ആ പ്രായക്കൂടുതലാവുമ്പോഴേ ആ മെച്യൂരിറ്റി എല്ലാം പോകും. ഈ മുട്ടായി മാമൻ ആരൊക്കെ ബന്ധുക്കളുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതുപോലെ പല സ്ഥലത്ത് കാണും, ഞാൻ സംസാരിക്കും. പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ് എന്നെ ഓടിക്കും. പുള്ളി ഇവിടെ കാണുമോ? ഈ പ്രദേശത്ത് കാണും, പക്ഷെ ഇന്ന് കാണുന്നില്ല. ഇന്ന് പുള്ളി എവിടെങ്കിലും ജോലി ഇറക്കി പോയതായിരിക്കും. എവിടെങ്കിലും ആകാനാ സാധ്യത സാറേ. അല്ലെങ്കിൽ പലരും കൊണ്ടുപോയി കാണും. ഈ സംസാരം ശരിയല്ലല്ലോ. അതെ, അങ്ങനെയാണ്. എന്നെ കൊണ്ട് ഇറക്കാനൊന്നും പറ്റത്തില്ല. ഏതായാലും സാറിന് കാര്യം ചെയ്യും. ഈ പശുവിന്റെ കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറയാം. പശുവിന്റെ കാര്യത്തിന് പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയണം. പശുവിനെ ശരിയായിട്ട് നോക്കിയാൽ വേണം, പാല് കറക്കുകയും വേണം. കറക്കാൻ നേരം പശുവിന്റെ അടുത്ത് രാഷ്ട്രീയം പറയരുത്. പശുവിന്റെ അടുത്ത് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. പറയരുതെന്ന് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. പശു പ്രതികരിച്ചു കഴിഞ്ഞാൽ എവിടെല്ലാം അത് തട്ടിയം മുട്ടയും ചെയ്യുന്ന അറിയത്തില്ല. മനുഷ്യനെ പോലെ അല്ല, ചിലപ്പം കൊമ്പ് കൊണ്ട് കുത്തിയെടുത്ത് കളയും. അപ്പൊ എന്തായാലും സാർ പൊയ്ക്കോ, ഞാനിവിടെ നിന്ന് വേണ്ട പോലെ രീതിയിൽ. അല്ല, അത് പിന്നെ വരുമല്ലോന്ന് അറിയണം, അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്യണം. അത് ഞാൻ ചെയ്യാം. മുട്ടായാമനെ ഇപ്പോഴെങ്ങാനും വരുവാണെങ്കിൽ. ഇപ്പൊ എങ്ങനെ ഈ ശമ്പളത്തിന്റെ കാര്യമൊക്കെ? ശമ്പളം പുള്ളിയുടെ ജോലി ചെയ്യാന്ന് പുള്ളി ഏക്കുവാണെങ്കിൽ മാത്രം നമ്മുടെ ശമ്പളം പറഞ്ഞ പോരെ. അത് മതി. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും പുള്ളിയെ വിളിച്ച് സാറിന്റെ വീട്ടിലോട്ട് വരാം. അത് വേണം. എന്നാ ഞാൻ ഒന്ന് കേട്ടോ സാറേ. ശരി സാർ. ഓക്കെ സാർ. ഓക്കെ.